ഒരു BJP നേതാവ് പറഞ്ഞല്ലോ, പിണറായി വിജയന് ആനുകൂല്യം കിട്ടണമെങ്കിൽ നിങ്ങൾ NDAയുടെ ഭാഗമായി ചേരണമെന്നും. ഇതാ ഇന്ത്യയുടെ നിലപാട്. ഫെഡറൽ സംവിധാനത്തിന്റെ കഴുത്തിന് കത്തിവെക്കുകയാണ്, മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുകയാണ്. എന്നിട്ട് ഈ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങളോട് ഏറ്റുമുട്ടി മുന്നോട്ടേക്ക് വന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായ സഖാവ് പിണറായി വിജയൻ എന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ BJPയോടൊപ്പം നിൽക്കുന്ന NDAയുടെ ഭാവമാണ് എന്ന് BJPക്കാരനോ BJP MPയോ പറഞ്ഞാൽ അതനുസരിക്കാൻ മനസ്സുള്ളവരല്ല ഈ കേരളത്തിൽ എന്ന് കൃത്യതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല, NDAയുടെയും ഭാഗമാവാൻ പോകുന്നില്ല ഈ കേരളം. കേരളത്തിന് മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അത് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്ത് ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും കേരളത്തിൽ. ഒപ്പം തന്നെ കൃത്യമായിട്ട് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അത് നമ്മുടെ ആയുധം കൊണ്ട്, നമ്മുടെ കരുത്തുകൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ നയം കൊണ്ട് മാത്രമല്ല. ആ നയം നെഞ്ചിലേറ്റുന്ന ഒരു ജനതയുണ്ട് ഇവിടെ. മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു ജനത. ആ ജനതയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കരുത്ത്. അതാണ് മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി. ആ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ അതിശക്തിയായ ഭൂതകാല ചരിത്രത്തിലൂടെയാണ് രൂപപ്പെട്ട് വളർന്നു വന്നത് എന്ന് നമുക്കറിയാം. അവിടെയാണ് ശ്രീനാരായണ ഗുരു. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യാലയമായിട്ട് എങ്ങനെ മാറി ഭ്രാന്താലയം. ശ്രീനാരായണ ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ചട്ടമ്പി സ്വാമികൾ നേരത്തെ പറഞ്ഞ രീതിയിൽ. അതേപോലെ തന്നെയാണ് അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ. ഇവരെല്ലാം ഉഴുത് മറച്ചിട്ട കേരളത്തിന്റെ മേലെയാണ് യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനം. അവിടെയാണ് യഥാർത്ഥത്തിൽ സത്യാഗ്രഹങ്ങൾ, ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയുള്ള ഗുരുവായൂർ സത്യാഗ്രഹവും അതിനു മുമ്പ് വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ഈ എല്ലാ പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് സവർണരും അവർണരും ഉൾപ്പെടെ ചേർന്ന് മുമ്പോട്ടേക്ക് പോയി. അതാണ് കേരളത്തിന്റെ ചരിത്രം. അതിന്റെ മേലെയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ടത്. ആ പ്രസ്ഥാനങ്ങളെല്ലാം രൂപപ്പെട്ട് വന്നപ്പോ കേരളത്തിന്റെ മനുഷ്യന്റെ വൈകാരിക തലത്തിൽ ജാതിക്കും മതത്തിനും അതീതമായൊരു മാനവികത സ്ഥാനം പിടിച്ചു. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ പ്രത്യേകത, ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രത്യേകത.